ഹലോ ഓൾ, നമ്മൾ ഒരുപാട് ആളുകൾ BDS സെലക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു BDSന്റെ കുറച്ചും കൂടി പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫീൽഡാണ് BDS എന്നുള്ളത് നമുക്ക് ഒരുപാട് വട്ടം തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് BDSന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് BDSന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. അത് എന്തായാലും സെലക്ട് ചെയ്യാൻ നേരത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തിലേക്ക് തിരിയുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ്സ് അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേക്ക് പോകണം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആഷിഖ് സാലുണ്ട്. സാല് നമ്മുടെ BDS ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ശരിക്കും എന്താണ് ഈ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്? ആക്ച്വലി ആഷിഖ് പറയുകയാണെങ്കിൽ നമ്മൾ BDS എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറിയാണ്. അതായത് നമ്മൾ കേരളത്തിലെ കോളേജുകളിൽ 4.5 വർഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് 1 ഇയർ കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് BDS എന്ന് പറയുന്നത്. നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരു നാണയത്തിന് 2 വശങ്ങൾ പോലെയാണ്. അതിനൊരു പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാവും, അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഈ കോഴ്സിന് മാത്രമല്ല ഏതൊരു കോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനൊരു പോസിറ്റീവ് സൈഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കോഴ്സാണ് BDS എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പേയ്മെന്റ് കുറവാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഒരു വിഭാഗം ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതലായിട്ട് കാണേണ്ടതും പോസിറ്റീവ് സൈഡ് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് പോസിറ്റീവ് തന്നെ തുടങ്ങാമല്ലേ. നമ്മൾ BDS ഒരിക്കലും BDS എന്നുള്ള ഒരു 4.5 വർഷത്തിൽ നിൽക്കുന്ന കോഴ്സ് അല്ല എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. നമുക്ക് MDS എന്നുള്ളത് നമ്മളിപ്പോൾ MD MS നമ്മൾ പറയുന്ന പോലെ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപെഡിക്സ് അങ്ങനെ പോലത്തെ 9 ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഉള്ളത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് BDS കഴിഞ്ഞ് ഒരു BDS ഗ്രാജുവേറ്റിന് സ്പെഷ്യലൈസ് ചെയ്യാൻ നമുക്ക് 9 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായത് ഓരോ ഏരിയയിലും ഇപ്പോൾ ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, കൺസർവേറ്റീവ് ഡെന്റിസ്റ്റ് ആൻഡ് എൻഡോഡോണ്ടിക്സ് അങ്ങനെ പറയുന്ന 9 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് BDS കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയാനുള്ളത്. ഒരിക്കലും ഒരു BDS കോഴ്സിൽ കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ 9 വഴികൾ പുതിയ വഴികളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു വാസ്റ്റ് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 4.5 വർഷം ഒരു കുട്ടി ഇത് പഠിക്കുന്നത് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പല്ലിനെ തന്നെ 9 ഡിഫറെന്റ് രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സീരിയസ്ലി ഇപ്പൊ MBBS പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പല്ല് മതിക്കാൻ എന്തിനാ 4 കൊല്ലം, ആകെ 5 മാസം പോരെ, 6 മാസം പോരെ. പക്ഷെ അതിന് തന്നെ 9 ഡിഫറെന്റ് മാർഗങ്ങളിൽ കാണാൻ പറ്റുന്ന 9 ഡിഫറെന്റ് വഴികളുണ്ട്. അപ്പൊ നമുക്ക് അതെന്തായാലും ആ 9 മാർഗങ്ങൾ നമുക്കൊരു വേറൊരു വീഡിയോയിൽ ഡിഫറെന്റ് ആയിട്ട് ഒരു സിലബസ് ആയിട്ട് തന്നെ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ചെയ്യാം. നമുക്ക് കോളേജിലുള്ള വിഷ്വൽസും ഡയറക്റ്റ് വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ ഈ PG എടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അതിലേക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി പറയുന്നത് MDS ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി പറയുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി നമ്മളിപ്പോൾ MDS ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അവർക്കൊരു 3rd ഇയർ മുതൽ അല്ലെങ്കിൽ അവരൊരു നമ്മളൊരു BDSന് മിഡ് ടൈം മുതൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ +1 +2 കൂടെ തന്നെ നീറ്റ് കോച്ചിങ് അതിനെ സഹായിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മളെ ചുറ്റുപാടും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡോപ്പയിലെ തന്നെ പാർട്ടായിട്ട് തന്നെ ആക്ച്വലി നമ്മുടെ ഡോപ്പയുടെ പാരന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ വാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തന്നെയാണ് ഇതിന്റെ MDSന്റെ കോച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഏകദേശം 500 മുകളിൽ BDS സ്റ്റുഡൻസ് MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടി അത് ഹാൻഡിൽ ചെയ്യുന്നത് മുഴുവനായിട്ട് ആശിക്കാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസും കൂടി അവനുണ്ട്. അപ്പൊ നമുക്കൊരു കുട്ടി ആത്മാർത്ഥമായിട്ട് അതിന് PG ചെയ്യണം, അതിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ചെയ്യണം, എനിക്ക് അതിൽ എക്സൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 3rd ഇയർ മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു MDSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒരു UG ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അത് എനിക്ക് MBBS പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടൈം കിട്ടുന്നുണ്ട് ഹൗസ് റെന്റ്സിൽ കാര്യങ്ങൾ പഠിക്കാനും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3rd ഇയർ മുതൽ പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പോൾ ഈ സ്പെഷ്യലൈസ് ചെയ്യുന്ന 9 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, എക്സ്പോഷർ കിട്ടാൻ തുടങ്ങും. നമ്മൾ ഡയറക്ട്ലി പേഷ്യൻസിനെ ഡീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ സർജറി ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി പല്ല് പറിക്കും, നമ്മൾ ഡയറക്ട്ലി പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്ട്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ MDS ആണ് നമ്മൾ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു BDS ഗ്രാജുവേറ്റ് ഒരിക്കലും അവിടെ സ്റ്റെക്ക് ആവുന്നില്ല, നെക്സ്റ്റ് ലെവലിലോട്ട് MDS കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഏറ്റവും ആദ്യം ആലോചിക്കാൻ പറ്റുന്ന ഒരു വഴി MDS ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് മൂവ് ചെയ്യാന്നുള്ളത്. വേറെ വഴികൾ നമുക്ക് അടുത്തായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് റൺ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഓപ്ഷൻ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് MBBSന് പറ്റാത്തൊരു സാധനമായിരിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് ആക്ച്വലി പറ്റും കേട്ടോ, ഒരു ഡെസ്ക് ബെഞ്ചൊക്കെ അടിച്ചിട്ട് പേഷ്യന്റിനെ കാണും. പക്ഷെ അതിനേക്കാളും അടിപൊളിയായിട്ട് സ്വന്തം ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ക്ലിനിക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് BDSകാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം MBBS പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിന്റെയും ബേസിക്സാണ് പഠിക്കുക. ഒന്നിൽ പോലും നമ്മൾ എന്താവുന്നില്ല, സ്പെഷ്യലിസ്റ്റ് ആയി മാറുന്നില്ല. പക്ഷെ BDS കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ ആസ് എ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് പല്ലിൻ്റെത്. അപ്പോൾ
അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കോഴ്സ് ഡ്യൂറിങ് അവർ കോഴ്സ് നമ്മൾ എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഒരു കോളേജ് ആണ്, നമ്മൾ നന്നായിട്ട് എക്സ്പോഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് തോന്നുന്നത് വെച്ചാൽ BDS പഠിക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥി ആദ്യം അറിഞ്ഞിരിക്കണം. കാരണം ഇത് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവരെ അറിഞ്ഞിരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജിലായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ ഉള്ള നല്ലൊരു പേഷ്യന്റ് ഫ്ലോ, ഇപ്പോൾ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കാലിക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ട്രിവാൻഡ്രം അങ്ങനത്തെ ഗവൺമെന്റ് കോളേജസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ല പേഷ്യന്റ് ഫ്ലോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊരു 5.5 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള കോൺഫിഡൻസ്. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ തവണയും ഓരോ പേഷ്യൻസിനെ കാണുക, അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നമ്മുടെ ട്രെയിനിങ് ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ സ്വന്തം ഹോസ്പിറ്റൽ, നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ്, നമുക്ക് സ്വന്തമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സും കൂടിയാണ്. സീരിയസ്ലി ഡെഫിനറ്റ്ലി. പിന്നെ ഇതല്ലെങ്കിൽ അടുത്തൊരു വഴി എന്ന് പറയുന്നത് നമുക്ക് അബ്രോഡ്, അതായത് നമുക്ക് BDS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 year എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് നമുക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പുറത്തിറങ്ങിയിട്ട് 1 വർഷം കൂടി വർക്ക് ചെയ്താൽ മതി. നമുക്ക് അത് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സർജനെ അല്ലെങ്കിൽ നല്ലൊരു ഡെന്റിസ്റ്റിനെ അസിസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ സ്കില്ലുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ദുബായ് പോലത്തെ അല്ലെങ്കിൽ സൗദി പോലത്തെ കുവൈത്ത് പോലത്തെ ഈവൻ ഗൾഫ് കൺട്രീസിൽ നമുക്ക് MOH അല്ലെങ്കിൽ DH അങ്ങനെ കുറെ എക്സാംസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിലൊരു MBBS കഴിഞ്ഞ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന പേയ്മെന്റിനേക്കാളൊക്കെ ഇരട്ടിയുടെ അതിനൊക്കെ നല്ലൊരു ഹൈ പേയ്മെന്റിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. പുറത്തേക്ക് സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കും ഡെഫിനറ്റ്ലി അതൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ UK പോലത്തെ കാനഡ പോലത്തെ കൺട്രീസിലോട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഒരു ഡോക്ടർ ആണെന്നുള്ള ഒരു പവർ തന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. നമുക്ക് ഡെന്റിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നി, എന്റെ പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, ലൈക്ക് MBBS പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾവേസ് നമ്മുടെ ബിസിനസ് വെച്ചിട്ട്, ബിസിനസ് ഇൻ ദ സെൻസ് നമ്മുടെ ക്ലിനിക്, നമ്മുടെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഓൺ തിങ്സിൽ നമ്മൾ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. ഈവൻ രാത്രി അങ്ങനെയൊക്കെ ഒരു ലിമിറ്റേഷൻസ്, ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത എല്ലാം എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു BDS ഡോക്ടർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിൽ ക്ലിനിക്ക് ഉണ്ട്, അതിനപ്പുറത്തേക്ക് എമർജൻസീസോ കാര്യങ്ങളോ വരാനില്ല. അത് കഴിഞ്ഞതിനുള്ള ശേഷം നമുക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ പോലും ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള പറയുന്നത് നമ്മളിപ്പോൾ ഡോപ്പയിൽ വർക്ക് ചെയ്യുമ്പോഴും ബാട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്പെസിഫിക്കലി ക്ലിനിക്കിന് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ബാക്കി കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു കളിക്കാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണമെങ്കിലോ നമുക്ക് വേറൊരു പാഷൻ, ഇപ്പൊ ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ ഒക്കെ കൂടി നമുക്കത് ചെയ്യാനുള്ള ടൈം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ അഡ്വാൻറ്റേജ്. അത്രത്തോളം എൻഗേജ്ഡ് അല്ലാണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫിക്സഡ് ടൈമിൽ വർക്ക് ചെയ്യാം, ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കാം. ആ ഒരു സാധനം നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ശരിക്കും അതൊരു MBBS കഴിയുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ MBBS MD കഴിയുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ പോകുന്ന സ്പെഷ്യാലിറ്റീസ് വളരെ വിരളേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസിലും 24 hours നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന 1-2 നെഗറ്റീവ്സ്, അതും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യലി കിട്ടുന്ന നെഗറ്റീവ്സ് ആണ്. അതായത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ജോലി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത് 20,000 രൂപക്കാണ്, അതിന് വർക്ക് ചെയ്യാനാണോ നിങ്ങൾ 5 വർഷം പഠിച്ചത്, അങ്ങനത്തെ നെഗറ്റീവ്സ് ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. സോഷ്യൽ ഒരു കൈൻഡ് ഓഫ് സ്റ്റിഗ്മയാണ്, അതിൽ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുക. കാരണം അതല്ല ഇതിന്റെ റിയാലിറ്റി. പൊതുവെ പുറത്ത് കേൾക്കുന്നതല്ലാത്ത വലിയൊരു റിയാലിറ്റി അതിനപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. സോ അതല്ലാതെ ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേറെ എന്തൊക്കെയാ പറയുക, നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു എക്സൽ ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യലി ആയിട്ടുള്ള കുറച്ച് ബേസിക് പ്രൊസീജിയർ ഉണ്ട്. ഒരു ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് പല്ല് എടുക്കുക അല്ലെങ്കിൽ പല്ല് അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ പല്ലിന്റെ ഗതി മാറ്റി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡെന്റിസ്റ്റിന് അറിയാമെന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് കോളേജിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. അതെ, അത് കോളേജിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു BDS കോഴ്സ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കോളേജ്, നല്ലൊരു പേഷ്യന്റ് ഫ്ലോ ഉള്ള കോളേജ് ചൂസ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ഫ്യൂച്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ഡള്ളായ ഒരു കോളേജ് അല്ലെങ്കിൽ ഭയങ്കര പേഷ്യന്റ് ഫ്ലോ ഇല്ലാത്ത ഒരു കോളേജ് നമുക്ക് അഡ്മിഷൻ കിട്ടണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ട്രെയിനിങ് സഫീഷ്യന്റ് കിട്ടാതെ വരികയും അത് കഴിഞ്ഞിട്ട് 1-2 വർഷം ഇരുന്നിട്ട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം, നമ്മൾ ബേസിക് ആയിട്ട് ഫ്രീ ആയിട്ട് സ്ഥലത്ത് പോയി ട്രെയിൻ ചെയ്യാൻ. ഒരു സജഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നടത്തുന്ന MDS പ്രോഗ്രാമിന്റെ ബാനറിൽ തന്നെ നമുക്ക്
ഏത് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. നമ്മുടെ കോൺടാക്ട് നമ്പർ, ഈ MDSന്റെ ട്രെയിനിങ്ങിന്റെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓപ്ഷനിലാണ് കോളേജ് വെക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാവുന്നതാണ്. സോ പിന്നെ നമുക്ക് എക്സ്പോഷർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1-2 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു പഠിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മണ്ടത്തരാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സമയത്ത് കറക്റ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 1-2 വർഷം നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ആണ് ഈ സൊസൈറ്റി എന്ത് പറയുന്നത് നെഗറ്റീവായിട്ട് കാണുന്നത്. അപ്പൊ ആക്ച്വലി സ്ട്രഗിളിംഗ് പീരീഡ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ കോളേജിൽ നിന്ന് തന്നെ സാധനങ്ങൾ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ കോളേജിൽ നിന്ന് എത്തിക്കുക, നമ്മൾ MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്താണോ ഇന്റൻഷൻ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ക്ലിനിക്ക് ഇടാനാണ്. അപ്പോൾ എനിക്ക് കൈവരിക്കേണ്ട കുറെ സ്കിൽസ് ഉണ്ട്, അത് നമ്മൾ കോളേജിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടി വർക്ക് ചെയ്യുക, കറക്റ്റ് ഗൈഡൻസ് കിട്ടുക, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഗൈഡൻസ് കിട്ടാന്നുള്ള. ഇതല്ലെങ്കിൽ പിന്നെ വേറൊരു നെഗറ്റീവ് സൈഡ്, നമുക്ക് നെഗറ്റീവ് സൈഡ്സ് ആസിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ചും കൂടി ഒരു ഫിസീഷ്യന്റെ പോലെ നമുക്ക് ഒരു സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ടല്ല നമ്മളൊരു ഒരു ക്ലിനിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ചായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണം, നമുക്ക് കുറച്ച് ചെയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനെന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് കുറച്ചധികം മോട്ടറുകൾ, കുറച്ച് ഫൈൻ സാധനങ്ങളുണ്ട്. അതിന് പക്ഷെ അത് എമൗണ്ട് ചെലവാക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളെ BDS കരിയറിൽ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മളെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സിലബസിലാണ് ഉണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരു ചെയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയത്. പക്ഷെ അതും നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും ഹെൽപ്പുകളും നമുക്ക് കിട്ടും. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ പോലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്ലിനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ക്ലിനിക്ക് ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ആരും ആയിപ്പോയില്ല. പക്ഷെ സ്റ്റിൽ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ പണം ചെലവാക്കിയിട്ട്, അപ്പോൾ നേരെ മറിച്ചൊരു MBBS ഡോക്ടർ ആണെങ്കിൽ വേറെ പണമൊന്നും ചെലവാക്കാതെ സ്റ്റെതസ്കോപ്പ് മാത്രം വെച്ച് നടക്കാൻ പറ്റും. പക്ഷെ ഇത് അതുപോലെയല്ല, കുറച്ചും കൂടി ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ അതിനുള്ള വർത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നമുക്ക് നെഗറ്റീവ് സൈഡ്സ് അല്ല, നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഈ സൊസൈറ്റിന്റെ സൈഡിൽ നിന്നുള്ള എന്താണ്, അതായത് ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ നമുക്ക് ഈവൻ ഡെയിലി മെസ്സേജസ് വരുന്നതാണ് BDSന് സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ BDS പഠിച്ചോ. അത് ബേസിക്കലി നമ്മൾ ഇതിനെ കുറിച്ച് അവെയർ ആവാത്തതിന്റെ ഇഷ്യൂ ആണ്. സൊസൈറ്റിക്ക് അറിയില്ല ഇതിന്റെ വലിപ്പം. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരുപാട് പോസിറ്റീവ് സൈഡുകളുള്ള നെഗറ്റീവ് സൈഡുകൾ വെറുതെ കുക്കപ്പ് ചെയ്ത് മാത്രം വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന സാധനങ്ങൾക്കൊക്കെ വ്യക്തമായ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി അതിന് അങ്ങനത്തെ എന്തെങ്കിലും അഡ്വൈസ് വേണ്ടി വരുന്ന ആളുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ BDSന്റെ കരിക്കുലം, എസ്പെഷ്യലി ആഷിഖ് ആദ്യം പറഞ്ഞ പോലത്തെ ഒരു 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പല്ലിനെ പറ്റിയിട്ട്. പല്ലിന് 9 ഡിഫറെന്റ് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഓരോ സ്പെഷ്യാലിറ്റീസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. സോ കൂടുതലായിട്ട് BDSനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ആൻഡ് വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. ബൈ.